സ്വർഗത്തിലൊരു ഭവനം എന്ന് ആഗ്രഹിക്കാത്ത ഒരാളുമില്ല. അതിന് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന സുപ്രധാനമായ ചില സുകൃതങ്ങളുണ്ട്. അത് നമ്മൾ ഏറ്റെടുക്കുകയും ചില മോശങ്ങൾ തിരസ്കരിക്കുകയും ചെയ്താൽ സ്വർഗീയ ഭവനം സുഖകരമാകുന്നതാണ്. അള്ളാഹു അതിനെ നമുക്ക് തൗഫീഖ് ചെയ്യണം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തർക്കങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. അവിടെ ഹദീസിൽ കാണാം, ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിലും തർക്കിക്കാനേ വഴിയുള്ളെങ്കിൽ അത് ഒഴിവാക്കിയാൽ അവന് സ്വർഗത്തിന്റെ താഴ്വരയിൽ ഒരു കൊട്ടാരമുണ്ട് എന്ന് മഹാനരായ മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഇന്ന് വളരെ പ്രധാനമായി നോട്ട് ചെയ്യേണ്ട ഒരു ഹദീസാണ്. വീടുകൊലായി, ഒഴിഞ്ഞിരിക്കണ ബെഞ്ച്, കല്യാണ വീട്, സൽക്കാര മണ്ഡപം, ഇവിടെ കണ്ടു പോയാൽ വെറും തർക്കങ്ങൾ മാത്രം. സംഘടനാപരമായ തർക്കങ്ങൾ, കുടുംബപരമായ തർക്കങ്ങൾ, പിന്നെ പല പല തർക്കങ്ങളും. ഓരോ ആളുകൾ അവരുടെ വാചാലത തെളിയിക്കാൻ വേണ്ടി ഹക്ക് വെളിവാവില്ലെങ്കിലും സമയം അങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു വിവാദ വിഷയങ്ങൾ അല്ലെങ്കിൽ തർക്ക വിഷയങ്ങൾ എടുത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കസർത്തി അതര വ്യായാമം നടത്തണം. അതന്നെ ആ സമയത്തുണ്ടാവും മാന്യന്മാരും ഉണ്ടാതിരിക്കണം. അവരാണ് ഭൂമിക്ക് നന്മയുള്ള ആളുകൾ. ഞാൻ അങ്ങനെയുള്ള ആളുകൾ കണ്ടിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് പങ്കെടുത്തപ്പോ രണ്ടാളുകൾ വലിയ തർക്കം. പക്ഷെ അതിന്റെ അടിയിൽ വലിയൊരാളിരിക്കുന്നു. മൂപ്പരൊന്നും ഉണ്ടിടില്ല. മൂപ്പര് കയ്യിൽ ഇടപെടാറില്ല. മൂപ്പർക്ക് മനസ്സിലായി ഇത് സത്യം വെളിവാവാനുള്ള ചർച്ച അല്ല, വെറുതെ ഇങ്ങനെ വാക്ക് കസർത്തുകളാണ് എന്ന് മനസ്സിലായി. അപ്പൊ അദ്ദേഹം മിണ്ടാതിരിക്കും. ആ മിണ്ടാതിരിക്കുന്ന കൂട്ടത്തിലാണ് നമ്മൾ പെടേണ്ടത്. ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിലും തർക്കമേ ഉപകാരമുള്ളൂ, അതുകൊണ്ട് തർക്കമേ ആവുകയുള്ളൂ എന്നെങ്കിൽ അവിടെ മിണ്ടാതിരിക്കുന്ന ഒരു സ്വർഗീയ താഴ്വരയിൽ കൊട്ടാരമുണ്ട് എന്ന് മഹാനരായ മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം തർക്കത്തിൽ ബർക്കത്ത് പോവാണ്. തർക്കം കൂടിയ ബർക്കത്ത് പോകും. ഒരു സംശയം നിങ്ങൾ നോക്കൂ, ലൈലത്തുൽ ഖദ്ർ ഇന്ന ഡേറ്റ് ആണെന്ന് റസൂലുള്ളാഹിക്ക് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് പറയാൻ വേണ്ടി വരുമ്പോഴാണ് പള്ളിന്റെ ഒരു ഭാഗത്ത് രണ്ടാൾ തർക്കിക്കുന്നതാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇന്ന ഡേറ്റിലാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയായിരുന്നു. അപ്പൊ പറയാൻ വേണ്ടി വരുമ്പോഴാണ് രണ്ടാളുകൾ ശണ്ട കൂടുകയാണ്. തർക്കിച്ച് അങ്ങേയറ്റം എത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊന്ന് കണ്ടു. കണ്ടതോടുകൂടി കൽബിന് ആ ഡേറ്റ് അങ്ങോട്ട് ഉയർന്നു പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാമിങ്ങൾ പറയുന്നുണ്ട്, തർക്കം കൂടിയാൽ ബർക്കത്ത് പോകുന്നുള്ളതിന് ഈ ഹദീസ് തെളിവാണ്. നമ്മളെല്ലാവർക്കും ഒരു ഇൽമ നഷ്ടപ്പെട്ടു. നേരെ മറിച്ച് ഇന്ന ഡേറ്റിലാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് അറിയുകയാണെങ്കിൽ യഥാർത്ഥ മോമിനിയങ്ങൾക്ക് വലിയ ഉപകാരമായിരുന്നു. കാരണം ലൈലത്തുൽ ഖദ്റിൽ സജീവായാൽ സ്വർഗ്ഗം ഉറപ്പാണ്. പക്ഷെ എന്നെ ഡേറ്റ് ആണെന്ന് പറയാൻ കഴിയാത്ത രൂപത്തിലായിപ്പോയി. ആ ഇൽമ നഷ്ടപ്പെടാൻ കാരണം എന്താണ്? രണ്ടാൾക്കാർ അന്ന് തർക്കിച്ചതാണ്. എത്ര കാലത്തേക്കാ നഷ്ടപ്പെട്ടത്? കൊല്ലം 1500 ഇക്കാലത്തിനടക്ക ഇൽമ ലോകത്തേക്ക് തിരിച്ചു വന്നില്ല. അപ്പൊ 1500 കൊല്ലം വളരെ പ്രധാനപ്പെട്ട പ്രതീക്ഷയുള്ള ഒരു ഇൽമ ലോകത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ കാരണം അന്ന് രണ്ടാളുകൾ തർക്കിച്ചതാണ്. തർക്കത്തിന്റെ കുഴപ്പം, അതിന്റെ ദൂഷ്യഫലം ഒന്ന് നോക്കൂ നിങ്ങള്. അങ്ങനെയുള്ള തർക്കങ്ങൾ നമ്മളെടുത്ത് ന്യായം ഉണ്ടെങ്കിലും തർക്കം ആവുള്ളൂവെങ്കിൽ അത് ഒഴിവാക്കണം. എന്നാല് സ്വർഗത്തിന്റെ താഴ്വരയിൽ അവന് വീടാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 സ്വഭാവങ്ങളാ പറയുന്നത്. 2 തമാശക്കാണെങ്കിലും കളവ് പറയുന്നത്. അലാ ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ, കളവ് പറയുന്ന ആളുകളുടെ മേൽ പടച്ചവന്റെ ശാപമുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ. ഇന്ന് കോമഡി, കാർട്ടൂണ്, പരിഹാസങ്ങള്, ഇതിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കളവിന്റെ കൂടാരമാണ്. എല്ലാരും ഇപ്പൊ സിനിമ കാണുന്ന ആളുകളാണ്. മുമ്പ് സിനിമ കാണുക പറഞ്ഞാൽ ചെറുപ്പക്കാരൻ മാത്രം ഒരു സ്വഭാവമായിരുന്നു. ഇന്ന് കുറേ നടന്മാരുണ്ട്. ഈ കൊറോണക്ക് ശേഷം നിങ്ങൾ കണ്ടില്ലേ,
എല്ലാ തന്താരവും താടിക്ക് മൈലാഞ്ചിട്ടാണ്ട് ഇറങ്ങാണ്. സുലൈഖ അമ്മായി എളിമ എന്ന് പറഞ്ഞാണ് ഇങ്ങനെ. അതൊക്കെ വയസ്സന്മാർ ഇന്ന് കാണാം. ചെറുപ്പക്കാർക്കുള്ള സിനിമ ഒന്ന് വേറെ, വയസ്സന്മാർക്കുള്ള ഒന്ന് വേറെ, പല പല പേരുകളിലുമാണ്. അമ്മായും മരുവനും, മരോളും അമ്മായി താത്ത, കുഞ്ഞവറാൻ കാക്ക. അപ്പൊ ഇയാളൊരു കുഞ്ഞവറാൻ തന്നെ ആയിരിക്കും. ഞാൻ ഓരോ ഉദാഹരണങ്ങൾ പറയണം. ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല, ഒരു വിവരം ഉണ്ടാവില്ല. കൊറോണയ്ക്ക് ശേഷം പഴയ കാലത്ത് ശീലിച്ച ചില കോമഡികളും ഡയലോഗൊക്കെ എടുത്തുകൊണ്ട് എല്ലാരും നടന്മാരായിട്ട് അഭിനയിക്കുക. തോളിലൊരു മുണ്ടിടുക, കള്ളിത്തൂർ എടുക്കുക, താടിക്കും മൈലാഞ്ചി എടുക്കുക, എന്നിട്ട് ഇങ്ങനെ കുറെ പെണ്ണുങ്ങളെയും പുറത്തിറക്കുക. എന്നിട്ട് ഓരോ ആളുകളും അതിന്റെ വ്യത്യസ്ത എപ്പിസോഡ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ മുഴുവനും കാണാൻ വയസ്സന്മാർ. ഇത് A to Z വരെ കളവാണ്. അപ്പൊ കളവിന് കൂട്ടു നിൽക്കുകയും കളവ് നടത്തുകയും ചെയ്താൽ അവൻ അള്ളാന്റെ ശാപുണ്ട് എന്നാണ്. അതിന് ഒഴിവായാലോ സ്വർഗമുണ്ട് എന്നല്ല, സ്വർഗത്തിന്റെ മധ്യേ, ഉദ്യാനത്തിന്റെ മധ്യേ കൊട്ടാരമുണ്ട്. സ്വർഗത്തിലൊരു ഭവനമാണ്. സ്വർഗീയ ഉദ്യാനത്തിന്റെ മധ്യത്തിലായി കൊട്ടാരം വേണോ? തമാശക്ക് പോലുമുള്ള കളവുകൾ വർജിക്കണേ. നബിയുനാ റസൂലുള്ളാഹി. മൂന്നാമത്തത് സൽസ്വഭാവിയാവുക. സ്വർഗത്തിന്റെ താഴ്വരയല്ല, സെൻട്രും അല്ല, ഉന്നത സ്ഥാനത്താണ് അവനുള്ള കൊട്ടാരമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്ന് കാര്യം എന്ന് പറഞ്ഞുള്ളൂ. ഒന്ന്, ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിലും തർക്കാണെങ്കിൽ ഒഴിവാക്കുക. രണ്ട്, തമാശക്കാണെങ്കിലും കളവ് പറയാതിരിക്കുക. മൂന്ന്, സൽസ്വഭാവിയാവുക. അപ്പൊ എന്താ സൽസ്വഭാവം? എന്താ സൽസ്വഭാവം എന്നാണ് ഡെഫിനേഷനും കൂടി പറയണല്ലോ. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ ആരെ കണ്ടാലും ചിരിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകും. ആരെ കണ്ടാലും ഒന്ന് ചിരിക്കുക, അതാണ്. താമി ആയിക്കോട്ടെ, ലക്ഷ്മി ആയിക്കോട്ടെ. ലക്ഷ്മി എന്ന് പറഞ്ഞപ്പോ അങ്ങനെ എല്ലാ ചെറുപ്പക്കാരോടും ചിരിക്കാൻ പോകണമെന്നല്ലേ പറയണത്. അല്ലെങ്കിൽ ലക്ഷ്മണനായിക്കോട്ടെ, അയ്യപ്പനായിക്കോട്ടെ, പറങ്കോടനായിക്കോട്ടെ, ജോസഫ് ആയിക്കോട്ടെ. ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ റഹ്മാഉ ബൈനഹും. എന്താ ഒന്ന് ചിരിച്ചാ എന്താ വരാൻ പോണത്? പഞ്ചായത്ത് നികുതി ഒന്നും കൊടുക്കണ്ടല്ലോ. ചില ആൾക്കാരങ്ങനെയല്ല, കർക്കിടക മാസം കണ്ട മാതിരിയാണ് മുഖത്ത് നോക്കിയാൽ. ചിരിച്ചിട്ടാൻ വലിയ പണിയാണ്. ഒരു ചെറിയ പുഞ്ചിരി, മുഹമ്മദ് മുസ്തഫ. എന്റെ സുഹൃത്തിനെ നോക്കിയിട്ടൊന്ന് ചിരിച്ചാൽ അത് സ്വതക്കയാണെന്ന് പറഞ്ഞേ, സ്വതക്കയാണ്. അപ്പൊ സൽസ്വഭാവത്തിന്റെ ഒന്നാമത്തെ അടയാളം ആളെ കാണുമ്പോൾ ഫേസ് ചെയ്യുമ്പോ ഒന്ന് ചിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ അടയാളം ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക. മൂന്നാമത്തെ അടയാളം ജനങ്ങളെ ഉപദ്രവം ക്ഷമിക്കുക. നാലാമത്തെ അടയാളം ജനങ്ങളുടെ ഉപദ്രവം മറക്കുക, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാം. അപ്പൊ മൂന്ന് കാര്യങ്ങളായി. ഇനി നമ്മൾ ജനങ്ങൾക്ക് ചെയ്യുന്ന ഉപദ്രവം ഉണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടിക്കുക, ഉപകാരം അല്ലെങ്കിൽ മറക്കുക ചെയ്യുക. അതാണ്. ഇതെല്ലാം കൂടി കൂടിയാൽ അതാണ് സൽസ്വഭാവം. ഈ സൽസ്വഭാവത്തിന്റെ മഹത്വന്താരങ്ങള് നാളെ മീസാനിലെ അമലുകൾ ഇട്ട് തൂക്കും. ജനങ്ങൾ മുഴുവനും കണ്ണ് നെറുന്തലേക്ക് വലിക്കുന്ന സമയമാണ്. കാരണം ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിസ് സഈർ തീരുമാനമാകുമ്പോൾ അതിലെ അമലിങ്ങനെ തൂക്കുമ്പോ ഓരോരുത്തരും നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് വലിയ കണ്ടുവരും. പേടിന്റെ ഊക്കമുണ്ട്, കണ്ണെന്നെ നെറുന്തലേക്ക് പോകും. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന അമൽ ഏതെന്നറിയുമോ? അത് സൽസ്വഭാവമാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സൽസ്വഭാവം. അല്ലാഹു ഈ മൂന്ന് കാര്യങ്ങൾക്ക് നമുക്ക് ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. ഒരു പ്രയാസമില്ല കേട്ടോ. ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിലും തർക്കം ഒഴിവാക്കുക. ഒരു ക്ഷമ ഉണ്ടാ മതി. ഈ സാധനം ഒന്ന് പിടിച്ചാൽ മതി. ഇത് ഭയങ്കര വീരനാണ് എന്ന് പിടിച്ചെടുത്ത് ആവശ്യത്തിന് മാത്രം സംസാരിക്കും. ഉലമായിന്റെ കൂട്ടത്തിൽ ഷാഫി മദഹബിൽ പ്രസിദ്ധനായ പണ്ഡിതനാണ് ഇബ്നു ഹജർ അൽ ഹൈതമി. അവര് മഖ്ദൂദങ്ങളുടെ ഗുരുവാണ്. അതിന്റെ അർത്ഥം എന്ന് വെച്ച് നോക്കാൻ നിങ്ങൾ, ഇബ്നു ഹജർ കല്ലിന്റെ മോന് എന്ന് അതിന്റെ അർത്ഥം. ഹജർ എന്ന് പറഞ്ഞാൽ കല്ല് എന്നാണ്. ഇബ്നു ഹജർ കല്ലിന്റെ മോന്. എന്താ അങ്ങനെ പറയാൻ കാരണം? അവരെ വാപ്പ മിണ്ടൂല. ആവശ്യമില്ലാത്ത വല്ലതും വരുമെന്ന് പേടിച്ചിട്ട് മിണ്ടൂല. അപ്പൊ ആൾക്കാർ പേരിട്ട് കല്ലുമൂലിയര്. കല്ലുമൂലിയര്, കാരണം കല്ല് മിണ്ടൂലല്ലോ. അതിന്റെ മോനെ അതാണ് ഇബ്നു ഹജർ എന്ന് പറഞ്ഞത്.
എന്റെ വല്യപ്പണ്ടായിരുന്നു മാണൊരു വാപ്പോലി, ഒന്നും മിണ്ടില്ല, ആരോടും മിണ്ടില്ല. അത്യാവശ്യം എന്ന് തോന്നിയാൽ അത്യാവശ്യ വാക്കുകൾ പറയും, പിന്നെ മിണ്ടില്ല. ഇങ്ങനാകുമ്പോ ആളുകൾ അഹങ്കാരി എന്നൊക്കെ പറയും. അപ്പൊ അവർക്ക് പോയി എന്നല്ലാതെ ആവശ്യത്തിന് മാത്രം സംസാരിക്കാം. ഒരു മസലത്തുണ്ടെങ്കിൽ സംസാരിക്കുക. രണ്ടാളുകളുടെ ഇടയിൽ മസലത്തിന് വേണ്ടി സംസാരിച്ചാൽ അവൻ നാളെ മഹ്ശറിൽ അമ്പിളിയാണ്. ആളുകളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കല്ല വേണ്ടത്, ഒട്ടിക്കാണ് വേണ്ടത്. കത്രികന്റെ പണിയെടുക്കരുത്, സൂചി നൂലിന്റെ പണിയെടുക്കണം. സൂചി നൂലിന്റെ പണിയെടുക്കാൻ പറ്റിയാൽ അവൻ മഹ്ശറിലും അമ്പിളിയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കത്രികന്റെ പണിയെടുക്കുന്ന ആളുകൾ നാളെ നരകത്തിന്റെ അടിയിലാണ്. നിസ്കാരത്താൻ വേണ്ടായിട്ട് കാര്യമില്ല, നരകത്തിന്റെ അടിയിലാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ സംസാരിക്കുമ്പോ നല്ലതിന് വേണ്ടി നാവ് ഉപയോഗപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഞാൻ ഇന്നലെ പരിപാടി കഴിഞ്ഞപ്പോ ഒരുപാട് വൈകി. ഇന്നലെ തങ്ങളുണ്ടായിരുന്നു, അവര് എത്താൻ കുറെ ലേറ്റ് ആയപ്പോ അവരെത്തണ വരെ പ്രസംഗം നീട്ടി കൊണ്ടുപോയി. പിന്നെ എത്തിയപ്പോ കുറെ വൈകി. പിന്നെ ഒന്നും ഉറങ്ങി ഞാൻ നീച്ചിരുന്നു. ഒരു ഹദീസ് നോക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നപ്പോ അറിയാതെ ഉറങ്ങിപ്പോയി. അതാണ് കുറച്ച് ലേറ്റ് ആയത്. ഏതായാലും പിന്നെ ഇക്കാമത്ത് കൊടുക്കുമ്പോഴാണ് നീക്കുന്നത്. ഏതായാലും ആയിക്കോട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സാസിൽ പങ്കെടുക്കുന്ന ബർക്കത്ത് കൊണ്ട് നമുക്ക് സ്വർഗം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇന്ന് നമ്മളെ റഷീദ് ഖാന്റെ കെയർ ഓഫിൽ നിങ്ങളും കൂടി കൂടിയിട്ടല്ലേ വരുവാ? വേറെ ഇൻഷാ അല്ലാഹ് ഞാൻ വേറെ ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ്. ഇന്ന് മുപ്പര പാർട്ണർ വകയാണ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അവർക്ക് അള്ളാഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അവർക്ക് ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹു തആല എല്ലാ ബ്ലോക്കും അള്ളാഹു തആല തീർത്തു കൊടുക്കട്ടെ. അറ്റാക്കിൽ നിന്ന് അള്ളാഹു അവരെയും നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറഹീമീനായ അല്ലാഹുവേ, ഞങ്ങൾ ഇരുന്നത് പറഞ്ഞത് പകർന്നത് നുകർന്നതിനെ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്നിലേക്ക് അടുക്കാനുള്ള റൂട്ട് മാപ്പ് ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാഹ്. ആത്മീയ റൂട്ടിലുള്ള ഗതാഗത ഗുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഇന്ന് ചീർണി ഏത് സഹോദരന്റെ ഭാഗത്ത് നിന്ന് വന്നതാണോ അവർക്ക് ദുനിയാവും ആഖിറവും ഞങ്ങൾക്ക് നീ വിജയിപ്പിക്കണേ അല്ലാഹ്. തടസ്സങ്ങളൊക്കെ നീക്കണേ അല്ലാഹ്. ബ്ലോക്ക് മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. മറ്റ് രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മാലിൽ ഔലാദിൽ ഔഖാത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, പ്രയാസങ്ങളോ അസ്വസ്ഥതയോ തന്ന് പരീക്ഷിക്കല്ല അല്ലാഹ്. ഹൃദയം തകർക്കല്ല അല്ലാഹ്. പരീക്ഷണത്തിൽ പതറുന്ന ബലഹീനത നൽകി ഞങ്ങളെ പരിശോധിക്കല്ല അല്ലാഹ്. പരീക്ഷണത്തിൽ പതറാത്ത ഇടനെഞ്ച് നൽകണേ അല്ലാഹ്. ഇളകാത്ത ഈമാന് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഈമാനിനെ വർദ്ധിപ്പിക്കുകയും വികസിപ്പിക്കുകയും മൂർച്ച കൂട്ടുകയും ചെയ്യണേ അല്ലാഹ്. പടച്ചവനെ, സ്വർഗത്തിന് തടസ്സമാകുന്ന എന്തെല്ലാം സ്വഭാവങ്ങളാണോ ഞങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, കുടുംബ വഴക്കിൽ നിന്ന്, പരസ്പരമുള്ള തർക്കങ്ങളിൽ നിന്ന്, കണ്ടാലും ഉണ്ടാത്ത ദുരാചാര ദുസ്വഭാവത്തിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന്, അഹന്തയിൽ നിന്ന്, അലച്ചയിൽ നിന്ന്, അല്ലാഹുവേ, വികാര വിചാരങ്ങളിൽ നിന്ന്, ഹീനമോഹങ്ങളിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. തവക്കുലിന്റെ, സബറിന്റെ, ഫിക്റിന്റെ, ശുക്റിന്റെ അഹ്ലുകാരിൽ പെടുത്തണേ അല്ലാഹ്. ഖുർആനിന്റെ പ്രകാശം നൽകണേ അല്ലാഹ്. മാരിഫത്തിന്റെ മധുരം നൽകണേ അല്ലാഹ്. മഹബത്തിന്റെ അഭിരുചി നൽകണേ അല്ലാഹ്. തവക്കുല് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അന്ത്യം നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് ആരുമില്ലാതെ ആറടിയിൽ കിടക്കുന്ന സ്വന്തക്കാരുണ്ട്, മാതാപിതാക്കൾ വരെ, ഗുരുവര്യന്മാർ വരെ, കൂടെ പഠിച്ചവരും ഞങ്ങളെ പഠിപ്പിച്ചവരും ഞങ്ങളിൽ നിന്ന് പഠിച്ചവരും അടക്കം അല്ലാഹ്, ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്ത് എത്രയെത്ര കുടുംബക്കാരാണ് മണ്ണിന്റെ അടിയിൽ കിടക്കുന്നത്. എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. ഖബറുകൾ സന്തോഷവും വിശാലതയും സൗഗന്ധികവും സൗരഭ്യവും സൗഭാഗ്യവും അല്ലാഹുവേ അനുഗ്രഹങ്ങളുടെ കേദാരങ്ങളുമാക്കണേ അല്ലാഹ്.
അള്ളാഹുവെ ആരെങ്കിലും എന്തെങ്കിലും പേരിൽ ചെറിയ അദാബെങ്കിലും സഹിക്കുന്നുവെങ്കിൽ അവരെ അദാബിനെ ഒഴിവാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ഖബറിൽ ഈ മുത്തഖീങ്ങളുടെ ആതിഥേയത്വം കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. സദസ്സിലുള്ള കച്ചവടക്കാർക്ക് ബർക്കത്ത് നൽകണേ അല്ലാ. യാത്രക്കാർക്ക് സുരക്ഷിതത്വം നൽകണേ അല്ലാ. പ്രവാസികൾക്ക് പ്രയാസങ്ങൾ ഒഴിവാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ദീനിനു വേണ്ടി താങ്ങും തണലുമായി കൂടെ നിൽക്കുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. തളർത്തല്ല അല്ലാ, അസഹ്യമായ പരീക്ഷണത്തിൽ പെടുത്തല്ല അല്ലാ. നിലവിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് മുക്തരാക്കണേ അല്ലാ. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير وآله وصحبه أجمعين. سبحان ربك رب العزة سلام على المرسلين والحمد لله رب العالمين. السلام عليكم.